തരൂർ നല്ലല്ലോ. ടോബിൻ BJP-യിലോട്ട് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമല്ലേ? ഒരാൾ കൂടുതലായിട്ട് വന്ന് നമ്മളെ എതിർത്ത് നിൽക്കുന്ന ഒരാൾ ഞങ്ങളുടെ കൂടെ വരുന്നത് ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷമാണ്. അത് ആര് വരുന്നത് നമുക്ക് അന്ന് സന്തോഷം. ഞങ്ങളുടെ ആദർശങ്ങളെയും ഞങ്ങളുടെ ചിന്താഗതികളെയും അംഗീകരിക്കുന്ന നരേന്ദ്രമോദി അംഗീകരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിന്താഗതികളെയും ഇതൊരു ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ചില ചിന്താഗതികളുടെ അടിസ്ഥാനം ചില സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് BJP. ഇപ്പം ഷോൺ ജോർജിനെ കണ്ടുകൊണ്ടോ ഈ മോദിജിയെ കണ്ടുകൊണ്ട് പോലും അല്ലല്ലോ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന. ഇത് ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതാണ്. ഞങ്ങൾക്ക് ഐക്കോൺസ് ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും വലിയ ഐക്കോൺ ആരാണ്? മോദിജിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ അല്ലേ ഞങ്ങൾക്ക് ഇന്ന് ഏറ്റവും അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഈ പാർട്ടി ഞാനൊരു കാര്യം പറയട്ടെ, ഈ ചുരുങ്ങിയ ഈ ഇലക്ഷൻ കാലത്ത് മാത്രം BJP-ക്ക് 2 ലക്ഷം മെമ്പർഷിപ്പെങ്കിലും പുതിയത് വന്നിട്ടുണ്ട്. ഇലക്ഷൻ കാലഘട്ടത്തിൽ മാത്രം. കേരളത്തിൽ ഏത് പാർട്ടിക്കുണ്ടെന്ന് പറയാം? ഏതെങ്കിലും ഒരു ഞാൻ കോൺഗ്രസോ CPM ഒക്കെ അല്ല, കേരള കോൺഗ്രസ്സൊക്കെ ഉള്ളത് പൊഴിയുന്നല്ലാതെ ഇന്ന് വരെ ഒരാൾ വന്ന് എനിക്കറിയത്തില്ല പുതിയതായിട്ട് ഒരാൾ. ഇലക്ഷൻ വരുമ്പോൾ ആരെങ്കിലും ജാക്കറ്റ് പിടിച്ച് ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഇലക്ഷൻ്റെ ഈ 3 മാസക്കാലത്തിനിടയിൽ 2 ലക്ഷം പുതിയ അംഗങ്ങളെങ്കിലും BJP-യിൽ കടന്നു വന്നിട്ടുണ്ട്. ഏത് പാർട്ടിക്ക് അവകാശപ്പെടാൻ പറ്റും അത്തരത്തിലൊരു നേട്ടം? BJP-ക്ക് പറ്റും. സെൻട്രൽ കേരളയിൽ നിന്ന് ഒരു കാര്യം കൂടെ പറയാം. ഇനി 5 വർഷം കഴിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 2030 നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇന്ത്യ മുന്നണിയും BJP 2 പാർട്ടിയാണുള്ളൂ. ബാക്കി എല്ലാം അപ്രത്യക്ഷമാവും. ഇവിടെയുള്ള കേരള കോൺഗ്രസ്സുകൾ പോവും, ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾ പോവും. ഞങ്ങളും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള ഫൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ.